പ്രതിഭ, നമുക്ക് ആദ്യ ട്രെൻഡ് ഇപ്പം എറണാകുളം ജില്ല UDF വലിയ പ്രതീക്ഷ വെക്കുന്ന ഒരു ജില്ലയാണ് ആകെ. അപ്പോൾ അവിടെ ഈ തദ്ദേശത്തിന് ശേഷം ആ പ്രതീക്ഷ കൂടുതൽ വർദ്ധിക്കുന്നു. പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകളിൽ ആ കോൺഫിഡൻസ് നമ്മൾ കണ്ടതാണ്. അപ്പോൾ കൊച്ചി അടക്കം അവർ പ്രതീക്ഷ വെക്കുന്നുണ്ട്. ആദ്യത്തെ ഒരു ട്രെൻഡ് അത് UDF LDF എന്നുള്ള ട്രെൻഡിന്റെ ആദ്യ ഫല സൂചനകൾ നമ്മൾ എപ്പോൾ പ്രതീക്ഷിക്കുന്നു, എവിടെ നിന്ന്? ആര്യ, നിർണായക മണ്ഡലങ്ങളായ കളമശ്ശേരിയും തൃപ്പൂണിത്തുറയും ഒപ്പം കൊച്ചിയും വൈപ്പിനും ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ വോട്ടെണ്ണുന്ന കുസാറ്റിലെ വോട്ടെണ്ണൽ കേന്ദ്രമാണിത്. വോട്ടെണ്ണൽ കേന്ദ്രത്തിന് പുറത്തു നിന്നുള്ള ദൃശ്യങ്ങളല്ല, വോട്ടെണ്ണുന്ന ടേബിളുകൾക്ക് മുൻപിൽ നിന്നുള്ള ദൃശ്യങ്ങളാണിത്. അതായത് അഭിലാഷ് മുൻപ് പറഞ്ഞതുപോലെ ഏറ്റവും ആദ്യം വിവരങ്ങൾ മാതൃഭൂമി ന്യൂസിൽ തന്നെ ലഭിക്കുമെന്ന് നമുക്ക് ഉറപ്പാക്കാം. ഈ ദൃശ്യങ്ങളിൽ ഇതാ വോട്ടെണ്ണുന്നതിനുള്ള ടേബിളുകൾ തയ്യാറായിരിക്കുന്നു, ഒബ്സർവർ തയ്യാറാണ്, മറ്റ് ഉദ്യോഗസ്ഥർ തയ്യാറാണ്. ഈ ടേബിളുകളിലേക്ക് ഇനി വോട്ടിംഗ് മെഷീനുകളും ഒപ്പം തപാൽ വോട്ടുകളും എത്തിയാൽ മാത്രം മതി. ഈ കാണുന്നത് തൃക്കാക്കര നിയമസഭാ നിയോജക മണ്ഡലത്തിൻ്റെ EVMകൾ സൂക്ഷിച്ചിരിക്കുന്ന സ്ട്രോങ് റൂമുകളാണ്. ഏറ്റവും ആദ്യം ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ ഇന്ന് ഏറ്റവും ആദ്യം സ്ട്രോങ് റൂം തുറന്നത് ഈ തൃക്കാക്കര മണ്ഡലത്തിൻ്റെതാണ്. തൊട്ടിപ്പുറത്ത് തന്നെ പോസ്റ്റൽ ബാലറ്റുകൾ സൂക്ഷിച്ചിരിക്കുന്ന സ്ട്രോങ് റൂമുണ്ട്. ഇതാ ഉദ്യോഗസ്ഥർ എല്ലാം തയ്യാറായി കഴിഞ്ഞു. മുൻപ് പറഞ്ഞതുപോലെ പോസ്റ്റൽ ബാലറ്റുകളും ഒപ്പം ഈ EVMകളും എത്തിയാൽ മതി. ഈ കാണുന്ന ക്യാബിന് ഉള്ളിലാണ്, ഈ പച്ച നെറ്റടിച്ച ഈ ക്യാബിൻ്റെ ഉള്ളിലായിരിക്കും VVപാറ്റുകൾ എണ്ണുക. ഏതെങ്കിലും സാഹചര്യവശാൽ EVMകൾ എന്തെങ്കിലും തകരാറിലായാൽ VVപാറ്റുകൾ എണ്ണും. അതുമാത്രവുമല്ല, ഒരു ആധികാരികത ഉറപ്പാക്കുന്നതിന് വേണ്ടിയും VVപാറ്റുകൾ എണ്ണുന്നുണ്ട്. ഒരിക്കൽ കൂടി പറയട്ടെ, ഇത് കൗണ്ടിംഗ് സ്റ്റേഷന് വെളിയിൽ നിന്നുള്ളതല്ല, ഓരോ വോട്ടുകളും എണ്ണുന്ന കൗണ്ടിംഗ് ടേബിളിന് തൊട്ട് മുൻപിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. ടേബിളിന് മുമ്പിൽ തന്നെ ആര്യ പ്രദീപ് ജോസഫ് ഉണ്ട്. ഏതായാലും നമ്മൾ എണ്ണില്ല, എണ്ണാൻ ഉദ്യോഗസ്ഥർ തന്നെ വരണം. അവര് ഉടനെ വന്ന് ഓരോ ചലനങ്ങളും ആദ്യം നമ്മുടെ സ്ക്രീനിനെ കുറിച്ച് കൂടി പറയേണ്ടതുണ്ട്. ഏറ്റവും സിമ്പിളായി, ഏറ്റവും ലളിതമായി ആളുകൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ കണക്കുകൾ അവതരിപ്പിക്കും. ഇത്തവണ ഏറ്റവും കൂടുതൽ ശ്രദ്ധ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന മണ്ഡലം അത് അമ്പലപ്പുഴയാണ്. വലിയ വിസ്മയം, വലിയ വിസ്ഫോടനമാണ് G. സുധാകരൻ അമ്പലപ്പുഴയിൽ ഉണ്ടാക്കിയത്. G. സുധാകരനെ നമുക്ക് കാണാം. അമ്പലപ്പുഴ പായസത്തിലെ തേനാകുമോ ഇത്തവണ G. സുധാകരൻ എന്നാണ് നമ്മൾ അറിയാൻ പോകുന്നത്. G. സുധാകരന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ദിവസമാണ് ഇന്ന് തോറ്റാൽ തോറ്റു, ജയിച്ചാൽ പക്ഷേ G. സുധാകരൻ പാർട്ടിയെ തിരുത്തിയ, പാർട്ടിയുടെ നെടുങ്കോട്ടയിൽ പാർട്ടിയെ പരാജയപ്പെടുത്തിയ G. സുധാകരനായി അവതരിക്കും. എന്തായിരിക്കും G. സുധാകരന്റെ നിയോഗം എന്നറിയാൻ നമ്മൾ കുറെ നേരം കൂടി കാത്തിരിക്കണം. എന്തായാലും G. സുധാകരൻ വലിയ ആത്മവിശ്വാസത്തിലാണ്. കാരണം കോൺഗ്രസ് വോട്ടുകൾ, UDF വോട്ടുകൾ കിട്ടും, പാർട്ടി വോട്ടുകൾ താൻ പിളർത്തിയെടുക്കും. അത് മാത്രമല്ല BJP വോട്ടുകൾ കൂടി തനിക്ക് കിട്ടുമെന്ന വലിയ ആത്മവിശ്വാസം G. സുധാകരൻ പങ്കുവെക്കുന്നുണ്ട്.